പൂജ ബമ്പറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ഏജന്റ് എസ് സുരേഷാണ്. സുരേഷിനൊപ്പം ഇപ്പോൾ ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ആർക്കാണ് ടിക്കറ്റ് കൊടുത്തത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന്? ദില്ല, എന്തായാലും വലിയ സന്തോഷത്തിലാണ് പാലക്കാട്ടുകാരുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉള്ളത് കിങ്സ്റ്റൺ ലോട്ടറി ഏജൻസിയിലാണ്. ഇവിടെയാണ് ഈ ബമ്പർ ശാലി 12 കോടിക്ക് അർഹനായ ആ ടിക്കറ്റ് വിറ്റത് ഇവിടെയാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പം ചേട്ടാ ഓർമ്മയുണ്ട് ആർക്കാ കൊടുത്തത്? നമുക്കറിയില്ല, പല ആളുകളൊന്നും എടുക്കുന്നില്ല. അപ്പൊ ആ ഭാഗ്യശാലി ആരാണെന്ന് വന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് പല നാട്ടുകളിൽ നിന്നൊക്കെ വന്നെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് മേഖലകളിൽ നിന്നൊക്കെ വ്യാപകമായിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാറുണ്ടല്ലോ. അപ്പൊ ഏകദേശം ഒരു മലയാളി ഇതിപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിൽ കൂടുതൽ ബസ്സുകൾ വന്നു തുടങ്ങി. അപ്പോൾ പല ആളുകളും വന്ന് ടിക്കറ്റ് എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പാലക്കാട് ടൗണിലുള്ള ആരെങ്കിലും ആയിരിക്കും, ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും കാണും ആ ഭാഗ്യശാലി. പക്ഷെ അവർ റിസൾട്ട് വന്ന ശേഷം നോക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനുശേഷം നമുക്ക് അറിയാൻ കഴിയുള്ളൂ ആരാണ് ആ ഭാഗ്യശാലി. എന്ത് തോന്നുന്നു? എന്തായാലും ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് സമ്മർ ബമ്പറും കൂടി ഇവിടെ അടിച്ചിട്ടുണ്ട്. 10 കോടി ഒരു തവണ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യം പിന്നെയും തേടി എത്താണ്. എന്ത് തോന്നുന്നു? പിന്നെ നമ്മൾ വിൽക്കുന്ന ടിക്കറ്റിന് നമുക്ക് ഫസ്റ്റ് പ്രൈസും അല്ലെങ്കിൽ നിരവധി സമ്മാനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ബോർഡിൽ തന്നെ ഞങ്ങൾ വിറ്റ ടിക്കറ്റാണ്, ഞങ്ങൾ തൊഴിലാളികൾ ഞങ്ങൾ ഈ ബോർഡിൽ വിറ്റ ടിക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിപ്പിൾ സന്തോഷം, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം. അതാണിതില്ല. എന്തായാലും വലിയ സന്തോഷത്തിൽ വലിയ ആവേശത്തിലാണ് പാലക്കാട്ടുകാർ. മധുരമൊക്കെ വിതരണം ചെയ്ത് പടക്കം പൊട്ടിച്ച് ആഘോഷം അത് ഗംഭീരമാക്കുകയാണ്. കാരണം നേരത്തെയും ഇതുപോലെ ബമ്പർ ശാലിയെ 10 കോടിയുടെ ഭാഗ്യവാൻ ഈ കടയിൽ നിന്ന് തന്നെ വിറ്റ ടിക്കറ്റിനായിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ പൂജാ ബമ്പറും 12 കോടിക്ക് അർഹനായ ആ ടിക്കറ്റും വിറ്റുപോയത് ഇവിടെയാണ്. അതിന്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ ഉള്ളത്. ചേട്ടാ, ലോട്ടറി എടുത്തിരുന്നോ ഇവിടുന്ന്? ഇവിടെ வாங்கியிருக்கு. எப்போ விழுவும் தெரியல. நான் போய் பார்க்கணும், சீட்டை பார்க்கணும். നാട്ടുകാർ ഉൾപ്പെടെ ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ചേട്ടാ, ലോട്ടറി എടുത്തിരുന്നോ? എടുത്ത് ഇവിടെ നിന്ന് തന്നെ എടുത്ത ഒരുപാട് ഈ നാട്ടുകാരെ ഈ പ്രദേശവാസികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ആ ഭാഗ്യശാലി ആരാണ് എന്നതാണ് ഇനി അറിയാനുള്ളത്. അത് അല്പസമയത്തിനകം അതിന്റെ കൂടുതൽ വിവരങ്ങൾ, അത് മലയാളി തന്നെയാണോ പാലക്കാട്ടുകാർ തന്നെയാണോ എന്നൊക്കെ അറിയാനുണ്ട്. ഒപ്പം തന്നെ ഈ തമിഴ്നാട് മേഖലകളിൽ നിന്നൊക്കെ വ്യാപകമായി ആളുകൾ വന്ന് കൂട്ടത്തോടു കൂടി ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പൊതുവെ പാലക്കാട്. അപ്പോൾ ഇനി അത് ആരാണ്, മലയാളിയാണോ എന്നതൊക്കെ അല്പസമയത്തിനകം അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇതില്ല ഷംന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പുറമേക്ക് പോകാനുള്ള സാധ്യത കൂടി അവിടെ കാണുന്നുണ്ടല്ലേ? തീർച്ചയായും അതാണ്. ഈ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയായതുകൊണ്ട്. മറ്റൊന്ന്, ഈ തൃശ്ശൂർ മേഖലകളിൽ നിന്നൊക്കെ വ്യാപകമായ ആളുകൾ ടിക്കറ്റ് ഇവിടെ വന്ന് എടുക്കാറുണ്ട്. ഈ ഓണം ബമ്പർ ടിക്കറ്റൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ പാലക്കാട് ഏജൻസി വിറ്റ ഒരു ടിക്കറ്റിന് അങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാളാണോ അതോ മറ്റ് ജില്ലക്ക് അകത്തുള്ള ഈ തൃശ്ശൂർ പോലുള്ള മേഖലകളിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണോ എന്നതൊക്കെ ഇനി അറിയാനുണ്ട്. എന്തായാലും അത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും പാലക്കാട്ടുകാർ വലിയ ആഘോഷത്തിലാണ്. തങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും തങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കോ ഒരാൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥലത്തുള്ള ഒരു വിറ്റ ടിക്കറ്റിന് അങ്ങനെയുള്ള ഒരു സന്തോഷത്തിലാണ്. ചേട്ടാ, ട്രിപ്പിൾ സന്തോഷം. കുറെ തവണയായി ഇപ്പൊ ഭാഗ്യശാലി ഇവിടെ. അതെ, രണ്ടാം സമ്മാനം, രണ്ടാമത്തെ പ്രാവശ്യം. ലോട്ടറി എടുത്ത് നോക്കിയിരുന്നോ? ഞാൻ നോക്കിയിട്ടില്ല. അവിടുത്തെ സ്റ്റാഫ് തന്നെ. പിന്നെ ടിക്കറ്റ് എടുക്കുന്നത് ഞാനാണ് ഓഫീസിൽ നിന്ന്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിന് ഭാഗ്യശാലി എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ? ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവും, എന്തായാലും ബോർഡിലായതുകൊണ്ട് എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇല്ല, അതാണ് ചിലപ്പോ ഈ പ്രദേശത്ത് തന്നെ ഈ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാവാം എന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കടയിലെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആ ഭാഗ്യശാലി ആരാണ് എന്നറിയാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്തായാലും പാലക്കാട്ടുകാർ വലിയ സന്തോഷത്തിലാണ്. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ഒക്കെ അവർ ആ സന്തോഷം, ആ ആഘോഷം അതിന്റെ ഗംഭീരമായി തന്നെ അത് ആഘോഷിക്കുകയാണ്. ഇതില്ല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.